ഹായ്, ഞങ്ങൾ ഐവിൻകുട്ടനെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നതാണേ. പുള്ളി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ചെവിയുടെ പുറക് വശത്ത് വേദന എടുക്കുന്നു എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടും ചവച്ചൊക്കെ വന്നപ്പോഴേക്കൊക്കെ വേദന കൂടി. അപ്പോൾ ഇനി എന്ത് പറ്റി, നീരിറങ്ങിയതാണോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം തലേ ദിവസം അത്യാവശ്യം നന്നായിട്ട് പുള്ളി വെയിലും ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നീരുവീഴ്ചയുടെയൊക്കെ ആണോ എന്നൊക്കെ അറിയില്ലായിരുന്നു. പിന്നെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയോടെ തന്നെ മുടി വെട്ടിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ്, മുടി വെട്ടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വേദന പറഞ്ഞതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, സെൻറ്റ് തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പീഡിയാട്രീഷ്യനുണ്ട്. ഞങ്ങളവിടെ ബുക്ക് ചെയ്തിട്ട് 22ാമത്തെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ സമയമുണ്ട്, ഡോക്ടർ 12 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഡോക്ടർ വരുന്നത് വരെ സമയമുണ്ടല്ലോ എന്ന് ഓർത്ത് എന്നാൽ പോയി ബുക്ക് ചെയ്ത് ഏതായാലും മുടി വെട്ടിയേക്കാമെന്ന് ഓർത്ത് മുടിയൊക്കെ വെട്ടി വന്നു. മുടി വെട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞ് പുള്ളി പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ തന്നെ കേട്ടോ കേട്ടോ. കുളിക്കാണ്ടിരുന്ന ചൊറിയൂലേ? ഇല്ല, കുളിപ്പിക്കാണ്ടിരുന്ന ചൊറിയും, മേത്തൊക്കെ മുടിയാന്നേ. ആ കുളിപ്പിച്ച് എണ്ണയൊക്കെ പെട്ടി കഴിയുമ്പോൾ നല്ല സെറ്റപ്പ് ആവുമ്പോ അവൻ്റെ മുടി വെട്ടിയത്, മുടി വെട്ടി കഴിഞ്ഞ് കുളിക്കണമല്ലോ. അപ്പോൾ കുളിപ്പിച്ചാൽ മുടി വെട്ടിയതിൻ്റെ സ്റ്റൈലൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. അവസാനം ഒരു വിധത്തിലാണ് കേട്ടോ പിടിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ട, അപ്പം കുളിപ്പിച്ചാൽ മതി. സാധാരണ അങ്ങനെയാണ്. അപ്പം ഉള്ള ദിവസം അവന് വേറെ ആരും വേണ്ട, എല്ലാത്തിനും അപ്പം തന്നെ വേണം. കുളിപ്പിക്കാനായാലും കൂടെ ഉറങ്ങാനായാലും ഫുഡ് കഴിക്കാനായാലും ഒക്കെ അപ്പം വേണം. അങ്ങനെ അപ്പയുടെ കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു, അവന് ഓക്കെ ആയിരുന്നു. പക്ഷേ ഉച്ചയായപ്പോഴേക്കും അവൻ്റെ രൂപം മാറി. എന്തെന്ന് വെച്ചാൽ നല്ല ചൂടും പനിയും ഒക്കെ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തില്ല, ഒരു 3 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പീഡിയാട്രീഷ്യൻ 5 മണിക്ക് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർത്തു അങ്ങനെ കാഷ്വാലിറ്റി കാണിക്കാമെന്ന് ഓർത്ത് കാഷ്വാലിറ്റി ചെന്നപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞത് പീഡിയാട്രീഷ്യൻ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു നല്ല ചൂടുണ്ടല്ലോ, ചെറിയ കുട്ടിയായതുകൊണ്ട് തുടപ്പിച്ച് കൊടുത്തേക്കും, ചൂടിനി അത്രയും സമയം ഡോക്ടർ വരുന്നവരെയും വെച്ച് ചൂട് കൂട്ടണ്ട, അതുകൊണ്ടുള്ളിൽ തുടച്ച് ചൂട് കുറക്കാമെന്നും പറഞ്ഞ് അങ്ങനെ തുടപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. മേലൊക്കെ കുറച്ച് നേരം തുടച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. വീട്ടിൽ പോയി സമയമുണ്ട്, ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് വീണ്ടും വന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അവൻ ഈ മാസം തന്നെ 2-3 തവണ പനി വന്നു. അപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ, അവൻ വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അപ്പോൾ അതിൻ്റെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ബോളൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അതുമൊക്കെ ആയിട്ടിരുന്ന് കളിയായിരുന്നു. അങ്ങനെ ഡോക്ടറെ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവന് മുണ്ടുനീരിൻ്റെ ഒരു തുടക്കമായിരുന്നു കേട്ടോ. അത് എന്താ, ഞങ്ങൾക്കും ആകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. ആദ്യമായിട്ടാണ് അതൊക്കെ ഉണ്ടാവുന്നത്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ തന്നു, ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു, പിന്നെ പുരട്ടാനൊരു മരുന്നുണ്ട്, അതുപോലെ ചൂടൊക്കെ വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാരസെറ്റമോളിൻ്റെ സിറപ്പും തന്നു. ആകെ തീരെ വല്ലാണ്ടായി, ക്ഷീണിച്ചായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കൊച്ച്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നിട്ട് പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്, ചവക്കാനൊന്നും വലിയ പാടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെന്ത ചോറ് ഞാനിങ്ങനെ ഉടച്ചാണ് കൊടുത്തത്. അതിനുശേഷം പുള്ളിക്കൊന്ന് കിടന്നാൽ മതി, തലവേദന എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വഴക്കായി. അങ്ങനെ ഞാൻ മരുന്നൊക്കെ പുരട്ടി കൊടുത്തു, മരുന്ന് കഴിക്കാനും കൊടുത്ത് അങ്ങനെ കിടത്തി ഉറക്കി. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ രാത്രിയിലൊക്കെ. ഇനിയിപ്പോൾ രാവിലെ എന്താകുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞത് പതിയെ ഇതിൻ്റെ വീക്കം വലുതാവുള്ളൂ എന്നാണ്. അപ്പോൾ ഇനി രാവിലെ എന്താകുമെന്ന് നാളെ അറിയാൻ പറ്റുള്ളൂ.